പുടിനും ട്രംപും തമ്മിലുള്ള ടെലിഫോൺ കോൺവെർസേഷൻ ഇത് ഈ റഷ്യ യുക്രൈൻ തമ്മിലുള്ള യുദ്ധത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ആ റഷ്യ യുക്രൈൻ യുദ്ധത്തിനൊരു പരിഹാരം ആയിരിക്കും ഈ ടെലിഫോൺ കോൺവെർസേഷൻ എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട, വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു ടെലിഫോൺ കോൺവെർസേഷനാണ് ഇവർ തമ്മിൽ നടന്നത്. ഇതോടുകൂടി പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരം ആകും എന്നൊക്കെയാണ് പലരും പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് പറയും. ഇവിടെ ഇപ്പോൾ ഹാഫ് ഡൺ അല്ല, ഹാഫ് അൺഡൺ എന്നുള്ളതാണ്. പകുതി പാഴായ പോലെയുണ്ട്, പകുതി കാര്യം പാഴായി, ഇനി ബാക്കിയുള്ളതേ ഉള്ളൂ എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഒന്നാമത്തെ നമ്മൾ ആരും ഇവരിൽ നിന്നും അധികം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കാരണം ട്രംപ് എന്ന് പറഞ്ഞാൽ നല്ല പിടിവാശിയും പവറൊക്കെ ഉള്ള ഒരാളാണ്. ഈ പുടിനാണെങ്കിൽ ഒരു ഇൻ്റർനാഷണലായിട്ടൊരു തെമ്മാടി പോലെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. ഇപ്പോൾ കാര്യം യുക്രൈനായിട്ട് പ്രശ്നമുണ്ട്, പക്ഷേ അങ്ങ് തോന്നുമ്പോൾ ചാടിക്കയറി ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രാജ്യവും അല്ലെങ്കിൽ വേറൊരു നേതാവും ചെയ്യുന്ന ഒരു രീതിയല്ല. അപ്പം അല്പം ഒരു ഇൻ്റർനാഷണൽ തെമ്മാടി നേച്ചർ ഈ പുടിനുണ്ട്. അപ്പം ഇങ്ങനെയുള്ള രണ്ട് പേര് കൂടിയിരുന്നിട്ട് ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ല, അത്ര എളുപ്പമല്ല. പിന്നെ ദൈവത്തിന് സ്തുതി പറയണം, അവർ രണ്ടുപേരും കൂടെ ഇരുന്നുള്ള സംസാരിച്ചത്. കുറേ ദൂരെയാണല്ലോ. അമേരിക്കയിൽ നിന്ന് അടിച്ചാൽ റഷ്യയിലും കൊള്ളില്ല, റഷ്യയിൽ നിന്ന് പിടിച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെയും കൊള്ളില്ല. അതാണ് ആശ്വാസം. അതുകൊണ്ട് അടിയും ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഈ സംസാരം കൊണ്ട് ഇവരുടെ അടുപ്പത്തിലോ അല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിനോ ഒന്നും ഒരു സാധ്യതയും അതുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ഫ്രം ദി ബിഗിനിങ് ഇതൊരു നാശമായിരുന്നു. കാരണം പുടിനോട് പറഞ്ഞ ഒരു ഡേറ്റ് സൗകര്യമുള്ളത് പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഡേറ്റ്, ഈ പുടിൻ പറഞ്ഞ ഡേറ്റ് മാർച്ച് 18 ഈ കോൺവെർസേഷൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അത് തന്നെ മഹാതെമ്മടിത്തരം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്രൈനും റഷ്യയായിട്ടുള്ള പ്രശ്നം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ആ പ്രശ്നവുമായിട്ട് വളരെ കൂടി കുഴഞ്ഞു കിടക്കുന്ന ഒരു ഡേറ്റാണ് മാർച്ച് 18. മാർച്ച് 18 യുക്രൈനിൻ്റെ ക്രൈമിയ എന്ന് പറയുന്ന പ്രദേശം റഷ്യ പിടിച്ചെടുത്തത്. ആ പിടിച്ചെടുക്കലിൻ്റെ ആനിവേഴ്സറിയാണ് പുടിൻ ഇതിനെ ചൂസ് ചെയ്തത്. അത് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തതായിരിക്കണം. ഒന്ന് എല്ലാവരെയും ഒന്ന് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി. അതായത് 11 കൊല്ലം മുമ്പ് ഒരു മാർച്ച് 18 ഈ പറയുന്ന യുക്രൈനിൻ്റെ ക്രൈമിയ റഷ്യ പിടിച്ചെടുത്തത്. അപ്പോൾ ആ ഡേറ്റ് തന്നെ അദ്ദേഹം ചൂസ് ചെയ്തത് ഡെലിബറേറ്റ് ആയിട്ട് ചൂസ് ചെയ്തതായിരിക്കുള്ളൂ. ഒന്ന് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ചൂസ് ചെയ്തതായിരിക്കുള്ളൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ കുട്ടികളെയോ സ്റ്റുഡൻസിനെയൊക്കെ ഗുഡ് മാനേഴ്സ് പഠിപ്പിക്കുമ്പോൾ അവരോട് നമ്മൾ പറയും ഡോൺ കീപ്പ് പീപ്പിൾ വെയിറ്റിംഗ് എന്ന് പറയും. നമ്മൾക്ക് വേണ്ടിയിട്ട് വേറൊരാൾ കാത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മര്യാദയല്ല. നമ്മൾ അവരുടെ സമയം കളയാതെ നമ്മൾ കഴിയുമെങ്കിൽ നേരത്തെ ചെല്ലുക, അതാണ് ചെയ്യേണ്ടത്. പക്ഷേ പുടിൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിനെയും കൊണ്ട് ഈ പറഞ്ഞ സമയം കഴിഞ്ഞ് 1 മണിക്കൂർ അവിടെ ഇരുത്തി. 1 മണിക്കൂർ പുടിന് വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥയിലായിരുന്നു ട്രംപ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുടിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾ ഏതെങ്കിലും പിയൂണോ അല്ലെങ്കിൽ ചപ്രാസിയല്ല. ദി പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് 1 മണിക്കൂർ ഈ പുടിന് വേണ്ടി കാത്തിരിക്കുക. അത് ശരിക്കും ഇൻസൾട്ട് ചെയ്യുന്ന ഒരു രീതി ആയിട്ട് ആർക്കും തോന്നുള്ളൂ, അദ്ദേഹത്തിനും തോന്നുള്ളൂ, ട്രംപിനും തോന്നുള്ളൂ, കാണുന്നവർക്കും തോന്നുള്ളൂ. നമുക്ക് തന്നെ അത് ദഹിക്കാത്തൊരു കാര്യമാണ്. പിന്നെ ഈ ഇത്രയും സമയമൊക്കെ സംസാരിച്ച് 1 മണിക്കൂർ കാത്തിരുന്ന അവസാനം ചർച്ച തുടങ്ങി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അഷുറൻസ് ഒന്നും പുടിൻ കൊടുത്തിട്ടില്ല. പുടിൻ പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ അഷുർ ചെയ്യല്ല, പരിഗണിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിഗണിക്കുന്നത് തന്നെ ട്രംപ് ആവശ്യപ്പെടുന്നതിൽ ചുരുക്കം ചില കാര്യങ്ങൾ പരിഗണിക്കാം, അത് സാധിച്ചു തന്നേക്കാം എന്നല്ല പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു കോൺവെർസേഷൻ ഇങ്ങനെ ആരംഭിച്ചു, അതിലൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും 2 കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ സാധിച്ചു കൊടുക്കുക. ഇത് ഒരു കാര്യം സാധിച്ചു കൊടുക്കുന്ന കാര്യം പറയണില്ല, അത് ആലോചിക്കാം, പരിഗണിക്കാം. വേറെ ചിലത് ആലോചിക്കാനേ പറ്റില്ല എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ ആവശ്യങ്ങളിൽ ചിലത് മാത്രം പരിഗണിക്കാമെന്ന് പറയുമ്പോൾ അതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട്. അദ്ദേഹം മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ പുടിൻ ചില കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞായിരുന്നു. അതായത് നേറ്റോ അംഗത്വം യുക്രൈന് കിട്ടില്ല, അത് എടുക്കാൻ പറ്റില്ല, അതാണ് ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഭൂമി ഞങ്ങൾ പിടിച്ചെടുത്തതിൻ്റെ അവകാശവാദമൊന്നും പറഞ്ഞിട്ട് വരരുത്, ഞങ്ങൾ പിടിച്ചെടുത്ത ഭൂമി ഞങ്ങൾക്ക്, ആ പേരും പറഞ്ഞ് സംസാരിക്കാനായിട്ട് ഇങ്ങോട്ട് വരരുത്. പിന്നെ സേനാബലം കൂട്ടരുത് യുക്രൈൻ. പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് സാങ്ഷൻസ് ഒക്കെ എടുത്ത് കളയണം. ഇപ്പോൾ റഷ്യക്കെതിരെ ഒരുപാട് സാങ്ഷൻസ് ഉണ്ട് വെസ്റ്റേൺ കൺട്രീസിൻ്റെ, അതൊക്കെ എടുത്ത് കളയണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ യുക്രൈൻ റഷ്യ പ്രശ്നപരിഹാരം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ യുക്രൈനിൽ ഇലക്ഷൻ നടത്തണം. അപ്പോൾ ഒരു രാജ്യത്ത് ഇലക്ഷൻ നടത്താൻ വേറൊരു രാജ്യത്തെ നേതാവ് പറയുന്ന നമുക്കിപ്പോൾ നമ്മളുടെ ഇലക്ഷൻ ഇന്ന ഡേറ്റിൽ നടത്തണമെന്ന് പാകിസ്ഥാൻ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമാവില്ല.
അതേപോലെ പാകിസ്ഥാനിൽ ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ് തീരുമാനിച്ചാലും ശരിയാവില്ല. അപ്പം അതേപോലെ യുക്രൈനിൽ ഇലക്ഷൻ നടത്തണം, എന്നാലേ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് ഒരു ഓക്വേർഡായിട്ടുള്ള കാര്യമാണ്. പിന്നെ വേറെ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ ആനക്കാര്യം പറയുമ്പോൾ ചേനക്കാര്യം എന്ന് പറഞ്ഞ പോലെ യുക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന കൂട്ടത്തിൽ ഈ പുടിൻ അവിടെ ഇരുന്ന് അതിൻ്റെ ഇടയ്ക്ക് വേറെ ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്, അജണ്ടയിലില്ലാത്ത പ്രശ്നങ്ങൾ. അതായത് മിഡിൽ ഈസ്റ്റ് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഹമാസിൻ്റെ പ്രശ്നമുണ്ട്, ഇറാൻ്റെ പ്രശ്നമുണ്ട്, ഹൂത്തികളുടെ പ്രശ്നമുണ്ട്, ഹിസ്ബുള്ളയുടെ പ്രശ്നമുണ്ട്. അങ്ങനെയൊക്കെ പിന്നെ സിറിയ, ഇറാഖൊക്കെ അവിടെ പ്രശ്നമായിട്ട് കിടക്കാണ്. അദ്ദേഹം ഈ പുടിൻ വന്നിട്ട് ഈ പ്രശ്നമൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. റഷ്യ യുക്രൈൻ പ്രശ്നം പരിഹരിക്കാനായിട്ട് വന്ന ആള് ചർച്ച ചെയ്യുന്നത് ഈ മിഡിൽ ഈസ്റ്റ് വിഷയങ്ങളാണ്. അപ്പം അത് തന്നെ വേറെ ഒരു ആളെ കളിയാക്കുന്ന രീതിയാണ്. പിന്നെ വേറൊരു കാര്യം ചെയ്തത്, ഇപ്പോൾ സാധാരണ ഇങ്ങനെ സംസാരമൊക്കെ ഉണ്ടാവും, വലിയ ആൾക്കാർ നമ്മൾ സംസാരിക്കുമ്പോൾ റിലാക്സ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക് ഇടും. അപ്പോൾ അത് ഐസ് ഹോക്കിക്ക് ഒരു ടീമിനെ അയക്കാനാണ് പറയുന്നത്. ഒരു അമേരിക്ക റഷ്യ ഐസ് ഹോക്കി മത്സരം നടത്താമെന്ന് പറയാം. അപ്പോൾ ഈ കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി എന്നൊക്കെ പറയണ പോലെ അമേരിക്കയിൽ ഐസ് ഹോക്കി ഒന്നും പോപ്പുലർ അല്ല. അതേസമയം ബാസ്കറ്റ്ബോൾ ടീം കളിക്കാൻ പറയുകയാണെങ്കിൽ ഓക്കെ, കാരണം ബാസ്കറ്റ്ബോളിൽ ലോകത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ടീമാണ് അമേരിക്കയുടെ. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും അവരാണ് നമ്പർ 1 ഇൻ ദി വേൾഡ്. അങ്ങനെ ഒരു കാര്യമാണ് പറയുകയാണെങ്കിൽ രസമുണ്ട്. ഇതിപ്പോൾ അമേരിക്കയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഈ ഐസ് ഹോക്കി ടീംസ് തമ്മിൽ മാച്ച് നടത്താം എന്ന് പറയുന്നത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഇത് വാസ്തവത്തിൽ വെറുതെ ആളെ കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു സംസാരമാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 മണിക്കൂർ വൈകി എന്ന് പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു വലിയ കഷ്ടം നഷ്ടമൊക്കെ സംഭവിച്ചേക്കുന്ന സമയത്താണ് ചിലപ്പോൾ നമുക്ക് തന്നെ ആരുടെയെങ്കിലും ഒരു മരണമൊക്കെ ഉണ്ട്, മരണാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയേണ്ടി വരും. ഇതങ്ങനെ ആരും മരിക്കുക പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം ഈ ട്രംപുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ആ 1 മണിക്കൂർ അവിടുത്തെ റഷ്യൻ ബിസിനസ്സുകാരായിട്ട് സംസാരിക്കായിരുന്നു. വേറെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അത് മാറ്റി വയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അർത്ഥം റഷ്യയിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകാരുടെ അത്ര ഇമ്പോർട്ടൻസ് ട്രംപിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സംഭവിച്ചത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ 30 ദിവസത്തെ ഈ ട്രൂസ് അല്ലെങ്കിൽ സീസ് ഫയർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഇപ്പം അദ്ദേഹം ആകെ ഒരു ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്ന ആകെ ഒരു കാര്യം മാത്രമാണ്. അതായത് എനർജി ട്രാൻസ്മിഷൻ ആൻഡ് പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, അതിനെയൊന്നും ഇപ്പോൾ ആക്രമിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനും പുടിനൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. അതായത് ഈ ട്രൂസ് അല്ലെങ്കിൽ സീസ് ഫയറിൻ്റെ സമയത്ത് വെപ്പൺ സപ്ലൈ പാടില്ല. ഇവിടെ നിന്ന് വെപ്പൺസ് നിങ്ങൾ വെസ്റ്റേൺ കൺട്രീസ് ആ സമയത്ത് ഇവർക്ക് കൊടുക്കാൻ പാടില്ല, ആർക്ക്, യുക്രൈനിന്. അത് മാത്രമല്ല ഇൻ്റലിജൻസ് ഷെയറിങ്. ഇപ്പോൾ അമേരിക്ക ഇവർക്ക് ആവശ്യമായ ഇൻ്റലിജൻസ് കൊടുത്തുകൊണ്ടിരുന്നു. അത് ട്രംപും സെലൻസ്കിയായിട്ട് ഒരു തർക്കം വന്നപ്പോൾ കുറച്ച് സമയത്തേക്ക് നിർത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷേ വീണ്ടും അത് പുനരാരംഭിച്ചു. ഇപ്പോൾ വെപ്പൺസും കൊടുക്കുന്നുണ്ട്, ഇൻ്റലിജൻസ് ഷെയറിങ്ങും നടക്കുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും ഈ സീസ് ഫയറിൻ്റെ സമയത്ത് പാടില്ല. അപ്പോൾ അമേരിക്ക മാത്രമല്ല ബാക്കി വെസ്റ്റേൺ കൺട്രീസ് ആരും ഇവർക്ക് വെപ്പൺസും കൊടുക്കാൻ പാടില്ല, ഇൻ്റലിജൻസ് ഷെയറിങ് നടത്താൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുടിൻ്റെ സമീപനം എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറയുന്ന പോലെയാണ്. അദ്ദേഹം പറഞ്ഞുകൊടുത്ത്, അദ്ദേഹം ഉദ്ദേശിച്ചുകൊടുത്ത്, അദ്ദേഹത്തിന് തോന്നിയ പോലെ കാര്യങ്ങളൊക്കെ പരിഹരിക്കണം. അതിന് അദ്ദേഹം വരുമ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ വൈകും, 1 മണിക്കൂർ കാത്തിരുന്നോളണം. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ട്രംപിനെ ശരിക്കും കളിയാക്കുന്ന, പുച്ഛിക്കുന്ന അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു ഈ ചർച്ച നടക്കുന്നത്. അതുകൊണ്ട് യുക്രൈനും റഷ്യയുമായിട്ടുള്ള പ്രശ്ന പരിഹാരം ഇനിയും ദൂരെ എന്ന് നമുക്ക് പറയാം. വിദൂരമായിരിക്കും. അതെ.